ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി തന്നെ ഒരു അടിപൊളി ഒരു സ്ഥലത്താണ് പോകുന്നത്. ഭയങ്കര വൈബുള്ള സ്ഥലമാണ്. എനിക്ക് എസ്പെഷ്യലി കുഞ്ഞിലെ തൊട്ട് പോകാൻ താല്പര്യമുള്ള ഒരു പ്ലേസാണ് കേട്ടോ. കുരിശുമല എന്നാണ് അതിൻ്റെ പേര്. കുരിശുമല തീർത്ഥാടനം. ഇവിടെ ട്രിവാൻഡ്രം ഭാഗത്തുള്ളവർക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം. ട്രിവാൻഡ്രം, കന്യാകുമാരി, ഏകദേശം നാഗർകോവിൽ വരെ ഉള്ളവർക്ക് ഇത് നല്ലതായിട്ട് ഫെമിലിയറായിട്ട് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതാണ് എൻട്രി പോയിൻറ്റ്. അപ്പോൾ കുഞ്ഞിലെ തൊട്ട് നമുക്ക് ഈ ഒരു മാർച്ച് മാസം വരുന്നത് കാത്തിരിക്കും. കാരണം ഈ കുരിശുമല തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് പോകുന്നതിന്. കാരണം ഞാൻ ഇതുപോലെ രാത്രി ആഫ്റ്റർ മാരേജാണ് വന്നിങ്ങനെ ലൈറ്റും സെറ്റപ്പൊക്കെ കാണുന്നത്. അല്ലാണ്ട് ഒന്നുകിൽ ഏർലി മോർണിംഗ് ആണ് വരിക, അല്ലെങ്കിൽ വൈകിട്ട് മീൻസ് ഒരു 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 5-6 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ പോകും. അപ്പോൾ ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ കാണാൻ പറ്റില്ല. ആഫ്റ്റർ മാരേജാണ് ഞാൻ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇതുപോലെ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ സെയിം 14 കുരിശൊക്കെ സ്ഥാപിച്ചിട്ട് കാത്തലിക് ചർച്ചിൽ നിന്ന് കുറേ ഇങ്ങനെ പ്രേയർ 14 കുരിശിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രെയറൊക്കെ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇതും 14 കുരിശാണ്. മുകളിലോട്ട് മലയിലോട്ടാണ് കയറി പോകുന്നത്. ഒത്തിരി ദൂരം നടക്കാനുണ്ട്. മലയാണ്. മലയുടെ മുകളിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബിഹൈൻഡ് ഒരു സ്റ്റോറി ഉണ്ട്. ഒരു കാത്തലിക് ചർച്ചിലെ അച്ഛൻ കുരിശെടുത്ത് മലയുടെ മുകളിൽ സ്ഥാപിച്ചു. അപ്പോൾ ആ പോയ വഴികളാണ് ഈ മലമുകളിൽ 14 കുരിശ് സ്ഥാപിച്ചിട്ട് കുരിശ് 1, കുരിശ് 2 അങ്ങനെ 14 സ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം വച്ചേക്കുന്നത് ആ അച്ഛൻ അവസാനമായിട്ട് കൊണ്ടുവച്ച സ്ഥലത്തിനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് എൻഡിങ് പോയിൻറ്റ്. ഇതാണ് സ്റ്റോറി. അപ്പോൾ നമ്മുടെ കുരിശുമലയിൽ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. അല്ലാത്ത ദിവസങ്ങളിൽ ബസ് കാണുമെന്ന് അറിയില്ല. ഈ കുരിശുമല സീസണിൽ എപ്പോഴും ബസ് കാണും. അപ്പോൾ ഈ വഴിയുടെ 2 സൈഡും പോകുന്ന നമ്മൾ സംഗമന വേദി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വരെ അത്യാവശ്യം ഒത്തിരി കടകളാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ കാണാനില്ല. കുറച്ചപ്പുറത്തൊക്കെ പോകുമ്പം ഒത്തിരി കട, ഈ ചൂട് മിഠായി, അതുപോലെ തന്നെ പാനിപ്പൂരി, വേൽപ്പൂരി, ഗോബി മഞ്ചൂരി, ഇതിൻ്റെയൊക്കെ കുലുക്കി, സർവത്ത്, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഷോപ്പ് ചെയ്യേണ്ട സാധനങ്ങൾ, ബാംഗിൾസ്, അതുപോലെ തന്നെ ഇയറിങ്സ്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ 2 സൈഡും വിൽക്കുന്നുണ്ടാകും. അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പെറ്റ് ഷോ ആദ്യമായിട്ടാണ് വരണത് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല പെറ്റ് ഷോ ഒക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ അടിപൊളി ഒരു പെറ്റ് ഷോയുടെ സംഭവമൊക്കെ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് എൻ്റെ വിചാരം. ഇതിന് മുമ്പേ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പാനിപ്പൂരി കഴിക്കാൻ പോയി കേട്ടോ. അങ്ങനെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതാണ് സെറ്റ് നമ്മൾ പോയിരുന്നത്. അവിടെ റോഡ് സൈഡ് തന്നെ അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു ഐസ്ക്രീം കുടിച്ച് പാനിപ്പൂരിയും വന്നിട്ടുണ്ടായിരുന്നു. പാനിപ്പൂരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാനിപ്പൂരിയും കഴിച്ചിട്ട് നമുക്കിനി നേരെ അങ്ങോട്ട് സംഗമനം അങ്ങോട്ടാണ് പോകേണ്ടത്. പാനിപ്പൂരിയാണ്, മസാല പൂരിയാണ് കേട്ടോ. പാനിപ്പൂരിയല്ല, മസാല പൂരിയാണ്. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി പോവുകയാണ്. 2 സൈഡ് അത്യാവശ്യം നല്ല കടയുണ്ട്. നല്ല ആർച്ച് കണക്കിന് ഒത്തിരി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ നല്ലൊരു ഭംഗിയാണ്. എസ്പെഷ്യലി എൻ്റെ ഒരു സജഷനിൽ മോർണിംഗ് വരണതിനേക്കാളും നൈറ്റ് വന്നാൽ നന്നായിട്ട് ഇതുപോലെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, വെയിലൊക്കെ തണുത്തതാണല്ലോ. അപ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോൾ നടക്കാനും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കൂടുതലും മെജോറിറ്റി മോർണിംഗ് ആണ് വരണതെന്ന് തോന്നുന്നു. ഞാനൊക്കെ കുഞ്ഞിലൊക്കെ ആയിരുന്നപ്പോൾ മോർണിംഗാണ് വരാറുള്ളത്. അപ്പോൾ ഇഷ്ടംപോലെ പേര് ഇങ്ങനെ മല കയറാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാരിങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അവിടെ എത്തി കേട്ടോ. ഇത് ഒരു കുരിശടിയാണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ സംഗമനം ഉള്ളത്. ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞല്ലോ 14 കുരിശ് കയറിയിട്ടുള്ള ഒരു സംഗമനമുണ്ട്. അതാണ് മെയിൻ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ വരുന്നത്. ഇത് ജസ്റ്റ് കുറച്ച് പേര് പ്രെയർ ചെയ്യാനൊക്കെ ഇവിടെ പോവാറുണ്ട് കേട്ടോ. ഇത് ഫുൾ സ്റ്റെപ്പാണ്. പിന്നെ അതിലും ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വർണ്ണ കണക്കിന് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് ഓവറാൾ വ്യൂ. ഇതാണ് നമ്മുടെ വ്യൂ. അപ്പോൾ നമ്മുടെ മുകളിൽ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. ഇതാ ഞാനത് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇങ്ങനെ നൂല് പോലെ നമ്മൾ ഈ ഷേപ്പിൽ ഉള്ളതാണ് ആ 14 കുരിശിൻ്റെ പാത. അവിടെ പോയാണ് എൻഡിങ് ആവണം കേട്ടോ. എന്തായിരുന്നാലും നമ്മൾ അങ്ങോട്ട് പോകണില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ റെസ്റ്റിങ് ചെയ്തിട്ട് അവസാനം നമ്മൾ
വീട്ടിലോട്ട് പോവുകയാണ്. കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇത് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ലൈറ്റിംഗ് ഒക്കെ സൂപ്പറാണ്. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ലൈറ്റിംഗ് കാര്യം ഫുൾ സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗവും ഫുൾ ഭാഗവും ഒന്ന് ചുറ്റി നോക്കാം. ചുറ്റി നോക്കിയിട്ട് അതിൻ്റെ വ്യൂ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ വൈറ്റ് കളറിൽ ഇങ്ങനെ നൂല് പോലെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ ആ 14 കുരിശ്. അവിടെയാണ് കൂടുതൽ ആൾക്കാർ തീർത്ഥാടകർ കയറുന്നത്. കയറിയിട്ട് അവിടെ ഏറ്റവും അവസാനം ടോപ്പിൽ വലിയൊരു കുരിശ് കാണും. അവിടെ പോയി അവർ പ്രെയറൊക്കെ ചെയ്തിട്ട് ചിലവർക്ക് നേർച്ചയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ റിട്ടേൺ വരുന്നത്. ഇതാണ് കുരിശുമലയുടെ ആ ഒരു സ്പെഷ്യാലിറ്റി. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ചുറ്റും നടക്കുക. ഈ ഒരു പ്ലേസിൽ നമ്മൾ ഇടയ്ക്കൊക്കെ വന്ന് ചുമ്മാ ഇങ്ങനെ ഇരിക്കാറുണ്ട്. കാരണം നല്ല നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ കാമൻ ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. കാരണം കുറച്ച് ഉയരം കൂടിയ പ്ലേസിലായതുകൊണ്ട് നന്നായിട്ട് കാറ്റടിക്കാറുണ്ട്. ഈ ഫെസ്റ്റിവൽ സീസൺ അല്ലാതെ നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും കാര്യങ്ങളും ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാറില്ല. ഇവിടെയൊക്കെ മെഴുത്തിരി ചിലവർ കൊളുത്തി വയ്ക്കാറുണ്ട് ഇങ്ങനെ പ്രെയർ ചെയ്യാൻ വരുന്നത്. പിന്നെ നേർച്ചകളൊക്കെ ഇത്ര മെഴുത്തിരി കത്തിക്കാന്നൊക്കെ നേർച്ച അവർ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് സൈഡിൽ കുറച്ച് വീടുകളും പിന്നെ മലകളും. ഇവിടെ ഈ സൈഡിൽ നിന്ന് നല്ല കാറ്റ് വരും കേട്ടോ. ചില ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഡിപ്രഷൻ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് മലമുകളിലൊക്കെ പോയി ഇരിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇവിടെ വന്നിരുന്ന റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം. കാരണം നമുക്ക് ഇങ്ങനെ നല്ല കാറ്റ് വരുമായിരുന്നു. അപ്പോൾ ഇതാണ് കുരിശിൽ ഇവിടെ കൊടിയേറ്റിയിട്ടാണ് നമ്മൾ ഉദ്ഘാടനം സ്റ്റാർട്ട് ചെയ്യണത്. എന്ന് വെച്ചാൽ ആദ്യത്തെ ഡേ ആരംഭിക്കണത്. അങ്ങനെ ഇതാണ് ഈ ഒരു സ്ഥലത്തിലുള്ള ചുറ്റുമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒത്തിരി പേര് ഈ മല കയറിയിട്ട് വന്നവരൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ പിള്ളേരുടെ പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഡാൻസ്, പാട്ട്, പിന്നെ ചില അച്ഛന്മാർ പ്രസംഗിക്കാറുണ്ട്. അതൊക്കെ കേൾക്കാൻ കുറേ ആൾക്കാർ അതിൻ്റെ ഫ്രണ്ടിലും കാണും കേട്ടോ. ഒത്തിരി ആൾക്കാർ അങ്ങനെ അവിടെ അങ്ങനെ നിൽക്കും. ഇനി നമ്മൾ വീട്ടിലോട്ട് റിട്ടേൺ പോവുകയാണ്. നമ്മൾ മെയിനായിട്ട് വാങ്ങാൻ പോണ ഒരു സാധനമാണ്. ഇതിനെ ചൂടുമുട്ടായി എന്ന് പറയും, വണ്ടിപ്പലഹാരം എന്ന് പറയും. ഇത് മസ്റ്റായിട്ട് ഞങ്ങളുടെ കുരിശുമല സീസണിൽ എല്ലാ ഉത്സവപ്പറമ്പിലും കാണുന്നതാണ്. പക്ഷേ നമ്മൾ കുരിശുമല സീസണിൽ മസ്റ്റായിട്ട് വാങ്ങണ ഒരൈറ്റം. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ചിട്ട് നേരെ ഇനി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് വഴിയെ നമ്മൾ ഇടാം എന്തൊക്കെയാണ് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു സേമിയ പായസമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കുരിശുമല സ്റ്റൈലിൽ നിന്ന് സേമിയ പായസം കുടിക്കുന്നത്. എൻ്റെ ചേട്ടൻ ഇങ്ങനെ പറയാറുണ്ട്. എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, കുഴപ്പമില്ല. പിന്നെ ഗെയിംസ് സെൻറ്ററിലെല്ലാം കയറി നമ്മൾ ജസ്റ്റ് ഗെയിമൊക്കെ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി പോണത് കുലുക്കി. ഇത് കഴിഞ്ഞ പ്രാവശ്യവും ഈ പയ്യന്മാരുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഇവർ 25 രൂപയ്ക്കാണ് വിറ്റത്. ഇപ്രാവശ്യം കുലുക്കി വിൽക്കുന്നത് 29 രൂപയ്ക്ക്. എന്താണെന്ന് അറിയില്ല അതിൻ്റെ ടാസ്ക്. മറ്റു സ്ഥലങ്ങളിലെല്ലാം 50 രൂപയാണ്. കൂടുതൽ ആൾക്കാർ ഇവിടെയുണ്ട്. നല്ല അഫോർഡബിൾ ആയുള്ള പ്രൈസിലായത് കൊണ്ടായിരിക്കാം. അത്യാവശ്യം നന്നായിട്ട് ചെയ്യണുണ്ട് കേട്ടോ കുലുക്കി. അപ്പോൾ അതൊക്കെ കുറേ സമയം നമ്മളിങ്ങനെ നോക്കിയിരുന്നു. അവന്മാർ നന്നായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് 2 കുലുക്കി എടുക്കണമെന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ മാംഗോ ഫ്ലേവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വന്നിട്ട് ഗ്രീൻ ആപ്പിൾ ആണെന്ന് തോന്നുന്നു, അതെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുലുക്കി കിട്ടിയിട്ടുണ്ട്. സെറ്റ് കുലുക്കിയാണ് കേട്ടോ, കൊള്ളാം. പ്രൈസ് വൈസ് നോക്കിയാലും നമുക്ക് കുടിക്കാനും കൊള്ളായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കണ്ടിട്ട് ഇനി റിട്ടേൺ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുരിശുമലയുടെ മെയിൻ സ്പെഷ്യാലിറ്റി. ഇനി അടുത്തൊരു ബ്ലോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.